ഹായ് ഫ്രണ്ട്സ്, lalluskitchen മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ നാളുകളായി. ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുത്തു. എനിക്ക് ഇത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നു വെച്ചത്. ഞാൻ വീണ്ടും ആക്റ്റീവ് ആകാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സൂപ്പാണ്. വളരെ ലളിതമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ എല്ലോട് കൂടിയത് 400 ഗ്രാം, 10 കാഷ്യൂനട്ട് വേവിച്ച് അരച്ചെടുത്തത്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ബീൻസ് ഒരു 10 എണ്ണം അരിഞ്ഞത്, ഗ്രീൻ പീസ് 50 ഗ്രാം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, ക്യാരറ്റ് 100 ഗ്രാം ചെറുതായി നുറുക്കിയത്, വെള്ളം ആവശ്യത്തിന്. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് പെറുക്കിയിടുവാണ്. ചിക്കൻ സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മളതിൽ കുറച്ചേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ലിറ്റർ വെള്ളമുണ്ട്. ഇത് ഇതിലേക്ക് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഉപ്പ് ആവശ്യത്തിന്, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തീ കൂട്ടി കൊടുത്ത് ഒരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് വേഗം വയ്ക്കാം. ഞാനിത് അടച്ച് വെച്ച് വേവിക്കാൻ പോകണം. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം വേവിച്ചതാണ്. ഇത് നമുക്ക് സ്റ്റോക്ക് അരിച്ചെടുക്കാനായിട്ട് എടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഞാൻ മാറ്റിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കത് പിച്ചെടുക്കാനുള്ളതാണ്. നമുക്ക് പിച്ചെടുക്കാനായിട്ട് എടുക്കാം. നമ്മൾ അതേ പാത്രത്തിൽ തന്നെ സ്റ്റോക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത്, ഗ്രീൻ പീസ്, ഇതിന് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ മതി. നമ്മൾ സ്റ്റോക്കിന് ആദ്യം ഇട്ടായിരുന്നു ഉപ്പ്. സ്വല്പം കുരുമുളക് പൊടി. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ചിക്കൻ പിച്ചെടുക്കുകയും ചെയ്യാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളിത് എന്തായെന്ന് നോക്കാം. അപ്പം നമ്മളിട്ട പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാഷ്യൂനട്ട് വേവിച്ചരച്ചതാണിത്. അതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കേണ്ടത്. ചെറു ചൂടുണ്ടായിരിക്കണം. നന്നായിട്ട് ലൂസാക്കി കൊടുക്കണത്. കാഷ്യൂനട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലാണിത് ലൂസാക്കേണ്ടത്. ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തത്. കൊഴുപ്പ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് കാഷ്യൂനട്ട് അരച്ചത് പോരാന്നുണ്ടെങ്കിൽ പകരം കോൺഫ്ലവറോ ഫ്രഷ് മിൽക്ക് എന്തെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മളിട്ട സാധനമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.